ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിന്റെ ആവശ്യകതയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരല്ല. ഈ സാഹചര്യത്തിലാണ് കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് കേരള കൺസ്യൂമർ അസോസിയേഷൻ ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. മുഹമ്മദ് നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാടെങ്ങും നബിദിനാഘോഷം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമുയർത്തിയ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനം വന്നെത്തി. ദേശീയ ഉപഭോക്തൃ ദിനത്തിനോടനുബന്ധിച്ച് കേരള കൺസ്യൂമർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാലയും മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രദർശനവും നടന്നു. വാർത്തകൾ വിശദമായി. പ്രവാചക സ്മരണയിൽ വിശ്വാസ സമൂഹം നബിദിനം ആഘോഷിച്ചു. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ 1490 ജന്മദിനത്തിൽ വിവിധ പരിപാടികളാണ് നടന്നത്. മതത്തിനതീതമായി മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കണമെന്നാണ് പ്രവാചക സന്ദേശം. വിശ്വാസത്തിലൂന്നിയുള്ള ജീവിതചര്യയിലൂടെ സന്മാർഗത്തിന് വഴി തെളിയിച്ച മുഹമ്മദ് നബിയുടെ സന്ദേശം പകർന്നാണ് വിശ്വാസികൾ നബിദിനം കൊണ്ടാടുന്നത്. റബീഉൽ അവ്വൽ 12-നാണ് നബിയുടെ ജനനം. ശത്രുക്കളോട് പോലും സ്നേഹത്തിലും ബഹുമാനത്തിലും പെരുമാറണമെന്ന് പഠിപ്പിച്ച നബിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ മാതൃകയാക്കാനും വിശ്വാസികളോട് നബിദിനം ഓർമ്മപ്പെടുത്തുന്നു. മതത്തിനതീതമായി മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കണമെന്ന പ്രവാചക സന്ദേശം വിളിച്ചോതുന്നതാണ് നബിദിനമെന്ന് മതപണ്ഡിതർ പറയുന്നു. പ്രവാചക തിരുമേനി മരിക്കുന്ന സമയത്ത് അവിടുത്തെ അങ്കി ജൂതന്റെ കയ്യിലാണ് പണയം വെക്കപ്പെട്ടിരുന്നത്. പ്രവാചക തിരുമേനിയുടെ മുമ്പിലൂടെ ഒരു ഡെഡ് ബോഡി പോകുമ്പോൾ പ്രവാചക തിരുമേനി എഴുന്നേറ്റ് നിന്നു. ആ സമയത്ത് അതൊരു ജൂതന്റെ ഡെഡ് ബോഡിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനിയുടെ മറുപടി അതൊരു മനുഷ്യനല്ലേ, മനുഷ്യത്തെ മാനിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരല്ലേ, ഇങ്ങനെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുക എന്നതാണ് പ്രവാചകൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മൗലിദ് പാരായണവും അന്നദാനവും നബിദിനത്തിൽ ഏറെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. പ്രവാചക പിറവിയുടെയും വർത്തമാനകാല ജീവിതത്തിന്റെയും സ്മരണകൾ ഉയർത്തി നടക്കുന്ന സന്ദേശ റാലികളും നബിദിനത്തിന്റെ പ്രത്യേകതകളാണ്. സമാധാനവും കാരുണ്യവും എളിമയും ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്മസ് ദിനമെന്ന് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. സ്നേഹം മറ്റുള്ളവർക്ക് നൽകി സ്നേഹത്തെ ആഗോളവൽക്കരിക്കാൻ സമൂഹം ശ്രമിക്കണമെന്നും ബിഷപ്പ് ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. ഈ ക്രിസ്മസ് കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ ഒരു ക്രിസ്മസ് സംസ്കാരം വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എന്ന് വെച്ചാൽ എവിടെ സമാധാനമുണ്ടോ, എവിടെ കാരുണ്യമുണ്ടോ, എവിടെ സ്നേഹമുണ്ടോ, എവിടെ വിട്ടുവീഴ്ചകളുണ്ടോ, എവിടെ ചെറുതാകലുണ്ടോ, എവിടെ എളിമപ്പെടലുകളുണ്ടോ, അവിടെയൊക്കെ ക്രിസ്മസ് സംസ്കാരം ഉണ്ടായിരിക്കും. എ കൾച്ചർ ഓഫ് ക്രിസ്മസ്. ഇത്തരമൊരു സംസ്കാരം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ആഗോളവൽക്കരണം. ഇന്നത്തെ ആഗോളവൽക്കരണം മനുഷ്യനെ നശിപ്പിക്കുകയാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ വ്യാപനം, സ്നേഹത്തിൻ്റെ ആഗോളവൽക്കരണത്തിന് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹം മറ്റുള്ളവർക്ക് നൽകി സ്നേഹത്തെ ആഗോളവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. എ മെറി
ക്രിസ്മസ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിലും വീടുകളിലും പുൽക്കൂടുകൾ ഒരുങ്ങി. പലയിടങ്ങളിലും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പുൽക്കൂട് നിർമ്മാണം നടന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഇത്തവണത്തെ ക്രിസ്മസ് ദിനവും നൽകുന്നത്. വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വരവായി. ഭൂമിയിലെ സകല മാനവരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങാനായി സ്വയം ക്രൂശിതനായ യേശുവിന്റെ തിരുപ്പിറവിയാണ് വിശ്വാസികൾ ക്രിസ്മസ് ദിനമായി ആചരിക്കുന്നത്. ക്രിസ്മസിനെ വരവേൽക്കാൻ ദേവാലയങ്ങളിലും വീടുകളിലും പുൽക്കൂടുകൾ ഒരുങ്ങി. നഗരത്തിലെ ദേവാലയങ്ങളിൽ വിദ്യാർത്ഥികളാണ് തിരുപ്പിറവി സ്മരണയിൽ മനോഹരമായ പുൽക്കൂടുകൾ നിർമ്മിച്ചത്. ബത്ലഹേമിൽ ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ ജനിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ പുൽക്കൂടുണ്ടാക്കുന്നത്. ചില്ലക്കൊമ്പുകൾ ഉപയോഗിച്ച് വൈക്കോലുകൾ മേൽക്കൂരയാക്കിയാണ് ഇവയുടെ നിർമ്മാണം. നക്ഷത്രങ്ങളും ബലൂണുകളും അലങ്കാരങ്ങളും ഇതിനു ചുറ്റുമുണ്ടാകും. പാറക്കെട്ടുകളും ബത്ലഹേം മലനിരകൾക്കായി നിലത്ത് കടുക്, തിന എന്നിവ മുളപ്പിച്ചുണ്ടാക്കിയ പുല്ല് തിങ്ങി നിറഞ്ഞിരിക്കും. ജോസഫ്, മറിയം, ആട്ടിടയന്മാർ, കന്നുകാലികൾ, ജ്ഞാനികൾ എന്നിവയുടെ ചെറുപ്രതിമകളും ഉണ്ണീശോയ്ക്കുള്ള സമ്മാനങ്ങളുമാണ് പുൽക്കൂട്ടിൽ സജ്ജമാക്കുക. ക്രിസ്മസ് ദിനത്തിന് തൊട്ടുമുൻപ് വീടുകളിൽ സാന്താക്ലോസ് പര്യടനം നടത്തുകയും മിഠായികളും സമ്മാനങ്ങളും വിതരണം ചെയ്യുകയും ചെയ്യും. തുടർന്നാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുക. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഓരോ ക്രിസ്മസും പകർന്നു നൽകുന്നത്. ക്രിസ്മസ് തലേന്ന് 12 മണിക്കാണ് പാതിരാ കുർബാന നടക്കുക. ഓരോ ദേവാലയങ്ങളിലും നിരവധി പേരാണ് കുർബാനയ്ക്കായി എത്തുന്നത്. കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്നും യേശുവിന്റെ തിരുപ്പിറവി സൂചകമായി മണിയടിക്കുന്നതോടെ പുൽക്കൂടുകളിൽ വെളിച്ചം പ്രകാശിക്കും. സമാധാനത്തിന്റെയും ത്യാഗത്തിന്റെയും സൂചനയാണ് യേശുവിന്റെ പിറവിയോടെ ലോകം മാതൃകയാക്കേണ്ടത്. മാനത്തെ താരകങ്ങളെയും മാലാഖമാരെയും സാക്ഷിയാക്കി പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ക്യാമറാമാൻ ജഷാദ് അച്ചുവിനോടൊപ്പം ശ്രുതി തിരുവമ്പാടി. ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം തികച്ചും ലളിതമാണെന്നും ഇതിന്റെ സേവനം പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും കൺസ്യൂമർ ഫോറം ജില്ലാ ജഡ്ജ് റോസ് ജോസ്. കേരള കൺസ്യൂമർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദേശീയ ഉപഭോക്തൃ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളായ ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, വാണിജ്യ വിൽപ്പന നികുതി വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുമായി സഹകരിച്ചാണ് കേരള കൺസ്യൂമർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ഉപഭോക്തൃ ദിനം ആചരിച്ചത്. പരിപാടി കൺസ്യൂമർ ഫോറം ജില്ലാ ജഡ്ജ് റോസ് ജോസ് ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ സംരക്ഷണ നിയമം തികച്ചും ലളിതമാണെന്നും ഇതിന്റെ സേവനം പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും അവർ പറഞ്ഞു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും അതിന്റെ അവകാശങ്ങളും നേടിയെടുക്കുക, അതിന് സഹായിക്കുക, അതാണ് നമ്മുടെ സമിതികൾ നമ്മൾക്ക് ചെയ്യുന്ന ഹെൽപ്പുകൾ. ഏതായാലും ഒരു പ്രാവശ്യം കൂടി ഞാൻ അവരെ പ്രശംസിക്കുകയാണ് ആ കാര്യത്തിൽ. മോഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ മായം കലർന്ന ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. മിനറൽ വാട്ടർ, പരിപ്പ്, ലഡ്ഡു, ഹൽവ, ജിലേബി, സിപ്പപ്പ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് മായം കണ്ടെത്തിയിരിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയെക്കുറിച്ചും ഇതുണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ചും സമൂഹത്തിനെ ബോധവാന്മാരാക്കുകയാണ് കേരള കൺസ്യൂമർ അസോസിയേഷന്റെ ലക്ഷ്യം. മോഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ കേരള കൺസ്യൂമർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം വെള്ളയിൽ അധ്യക്ഷനായിരുന്നു. കേരള കൺസ്യൂമർ അസോസിയേഷൻ പ്രസിഡന്റ് എസ് ഉസ്മാൻ കോയ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരിത, ഉപഭോക്തൃവേദി പ്രസിഡന്റ് വത്സൻ നെല്ലിക്കോട്, വൈസ് പ്രസിഡന്റ് എസ് കെ കുഞ്ഞുമോൻ, കൺസ്യൂമർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മുരളി എടത്തൊടി, ജോയിന്റ് സെക്രട്ടറി റമീസ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹ സന്ദേശവുമായി ജില്ലയിൽ നബിദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ മദ്രസകളുടെയും മഹല്ല് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നബിദിന റാലിയും മൌലീദ് പാരായണവും അന്നദാനവും സംഘടിപ്പിച്ചു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1490 ജന്മദിനം നബിദിനമായി ആഘോഷിച്ചു. ഹിജറ മാസം റബീഉൽ അവൽ 12-നാണ് നബി ഭൂജാതനായത്. റബീഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായതു മുതൽ മൌലീദ് പാരായണം, മദ്ഹദ് പ്രഭാഷണം തുടങ്ങിയവ നടന്നുവരുന്നുണ്ട്. വീടുകളിലും പള്ളികളിലും പ്രത്യേകമായി മൌലീദ് പാരായണങ്ങൾ സംഘടിപ്പിച്ചു. മദ്രസകൾ കേന്ദ്രീകരിച്ച് നബിദിന റാലികളും പ്രഭാഷണവും അന്നദാനവും ഉണ്ടായിരുന്നു. മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പാവപ്പെട്ടവരുടെ വേദനകൾ പരിഹരിക്കുന്നതിനും പ്രാമുഖ്യം നൽകി നബിദിനം ആഘോഷിക്കണമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നബിദിന സന്ദേശത്തിൽ പറഞ്ഞു. നബിദിനത്തോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നബിദിന റാലികളും പ്രത്യേക പരിപാടികളും നടന്നു. മദ്രസ വിദ്യാർത്ഥികളും മഹല്ല് കമ്മിറ്റി പ്രതിനിധികളും റാലികൾക്ക് നേതൃത്വം നൽകി. ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഗദാർ ജംഗ്ഷനിലാണ് നബിദിന ഘോഷയാത്ര നടന്നത്. ബേപ്പൂർ മുദാക്കര മഹല്ല് കമ്മിറ്റി യാസി മദ്രസയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് അഷ്റഫ് ഫൈസി പുല്ലാര, മഹല്ല് പ്രസിഡന്റ് P അബൂബക്കർ, സെക്രട്ടറി മുസ്തഫ ഹാജി, C ആലിക്കോയ, റിയാസ് ഹാജി, റാഫി മാസ്റ്റർ,
സദർ മൊയ്ലി മഷ്റഫ് ഫൈസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അന്നദാനവും നടന്നു. മാത്തോട്ടം മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് ഹുസൈൻ ഫൈസി, സദർ മുഹമ്മദ് മുസ്ലിയാർ, AP ഹസൻ, MI മുഹമ്മദ് ഹാജി എന്നിവർ നേതൃത്വം നൽകി. അരക്കണ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിലും നബിദിന റാലി സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് ബീരാൻ ബാക്കവി, K ബീരാൻ സാഹിബ്, മൊയ്തീൻ കോയ എന്നിവർ നേതൃത്വം നൽകി. ബേപ്പൂർ നൂറുൽ ഹുദ സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന റാലിക്ക് C ലത്തീഫ്, അബ്ദുൾ അസീസ് എന്നിവർ നേതൃത്വം നൽകി. NMS പൂണറവളപ്പ് ശവക്കണ്ടി പറമ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും നബിദിന റാലി സംഘടിപ്പിച്ചു. ഖത്തീബ് അഷ്റഫ് ഫൈസി പുല്ലാര, V സലാം, C നവാസ്, P മുസ്തഫ, AB കോയ, C ജബ്ബാർ, K അസീസ്, TB ബഷീർ എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് നടന്ന മൗലിദ് സദസ്സ് കോഴിക്കോട് വലിയ ഗാസി ജമലേലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം ഖുവത്തുൽ ഇസ്ലാം മദ്രസ അലവിപ്പള്ളി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് റിയാസ് ഫൈസി, PP മുഹമ്മദ്, P ബാവ, ON മുഹമ്മദ് ഹാജി, ON ഉമ്മർ, സൈനുദ്ദീൻ, ഇബ്രാഹിം, ബീരാൻ കോയ, അബ്ദുൾ ഗഫൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗം പോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ 33ാം വാർഷിക സമ്മേളനം ജനുവരി 22, 23, 24 തീയതികളിൽ കോഴിക്കോട് തളി ഗുരുവായൂരപ്പൻ ഹാളിൽ നടക്കും. കേരള നവോത്ഥാനത്തിന്റെ ചരിത്രവും വർത്തമാനവും എന്നതാണ് സമ്മേളനത്തിന്റെ മുഖ്യ വിഷയം. അത് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു അംബേദ്കറെ കുറിച്ചുള്ള ദേശീയ വീക്ഷണത്തെക്കുറിച്ചും അംബേദ്കറുടെ നാഷണൽ സെക്യുലറിസത്തെക്കുറിച്ചും നാഷണലിസത്തെക്കുറിച്ചും ഒക്കെയുള്ള പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായും 3 സബ്ജക്റ്റുകളാണ് ഈ 2 ദിവസം ചർച്ച ചെയ്യപ്പെടുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ വിഷയങ്ങളിലായി സെമിനാറുകൾ നടക്കും. ജനുവരി 5-ന് ശിക്ഷസദനയിൽ വിദ്യാഭ്യാസ വിചാരസഭ നടക്കും. സ്വാമി വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ജനുവരി 9-ന് യുവസംഗമം നടക്കും. P വത്സല കേന്ദ്ര സർവകലാശാല പ്രോ വൈസ് ചാൻസലർ അമൃത് G കുമാർ, സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. ബിരുദാനന്തര വിദ്യാർത്ഥികളും ഗവേഷകരും ഇതിൽ പങ്കെടുക്കും. ജനുവരി 9-ന് ഓർക്കട്ടരിയിലും ജനുവരി 17-ന് വടകരയിലും അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. കൊയിലാണ്ടിയിൽ നവോത്ഥാന ചരിതം, വസ്തുതകളും വ്യാഖ്യാനങ്ങളും എന്ന വിഷയത്തിൽ ജനുവരി 14-ന് പൂക്കാട് ഫ്രീഡം ഫൈറ്റേഴ്സ് ഹാളിൽ സെമിനാർ നടക്കും. ജനുവരി 10-ന് ബാലുശ്ശേരി പഞ്ചായത്ത് ഹാളിൽ 1921 പാഠങ്ങളും പൊരുളും എന്ന വിഷയത്തിൽ ഏകദിന സെമിനാറും നടക്കും. പരിസ്ഥിതി സ്ത്രീപക്ഷ ചിത്രങ്ങളുമായി ശ്രീജ പള്ളത്തിന്റെ വിസേജ് ഓഫ് ദ ഡേ ചിത്ര പ്രദർശനത്തിന് ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. പ്രദർശനം 25-ന് സമാപിക്കും. സ്ത്രീകൾ യന്ത്രവൽകൃത സമൂഹത്തിന്റെ പതിപ്പാകുന്നുവെന്ന മുന്നറിയിപ്പാണ് ശ്രീജ പള്ളത്തിന്റെ വിസേജ് ഓഫ് ദ ഡേ എന്ന ചിത്ര പ്രദർശനം പറയുന്നത്.
സ്ത്രീകൾ ഉപഭോഗ വസ്തുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അസ്തിത്വം നഷ്ടമാകുന്നതിന്റെ തെളിവാണ് ശ്രീജയുടെ ഓരോ ചിത്രങ്ങളും വരച്ചുകാട്ടുന്നത്. ആഭരണങ്ങളിലും സൌന്ദര്യവർദ്ധക വസ്തുക്കളിലും സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീകൾ, കുട്ടികളുടെ നഷ്ടമാകുന്ന ബാല്യം, നഗരത്തിലെ യാന്ത്രിക ജീവിതം നയിക്കുന്ന സ്ത്രീകൾ തുടങ്ങി സ്ത്രീയുടെ വ്യത്യസ്ത ഭാവങ്ങളിലും വിവിധ സന്ദർഭങ്ങളും ചിത്രകാരി തന്റെ ഭാവനയിൽ കാണുന്നു. ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ ഭാവിയിലും ചിത്രകാരിക്ക് ആശങ്കയുണ്ട്. വരും തലമുറ നിളയെയോ ഭാരതപ്പുഴയെയോ അറിയാതെയാകും ജീവിക്കുകയെന്നും എല്ലാം ശൂന്യമാകുന്ന കാലത്തിലേക്ക് കാലെടുത്തു വയ്ക്കാനൊരുങ്ങുകയാണ് സമൂഹമെന്നും ചിത്രങ്ങൾ പറയുന്നു. വളരെയധികം പ്രതിലോമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ ലോകം കടന്നു പോകുന്നത്. അതിൽ ഒരു ചിത്രകാരി എന്ന നിലയിൽ എൻ്റെ കാഴ്ചകളും ചിന്തയുടെ ഫലമായി എനിക്ക് രൂപപ്പെട്ട ചില വേറിട്ട അറിവുകളും ഞാൻ ഈ ചിത്രത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലപ്പോൾ കണ്ടെത്തൽ പ്രധാനമായിട്ടും പരിസ്ഥിതിയും സ്ത്രീയുമാണ് ഏറ്റവും അധികം ചൂഷണത്തിന് വിധേയമാകുന്ന അതെന്നുള്ളൊരു തിരിച്ചറിവ്. അപ്പോൾ ക്യാൻവാസുകളിൽ ഈ വിഷയങ്ങളെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പ്രതിദിനം കല്ലുകൊത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്ന സ്ത്രീയുടെയും കുഞ്ഞിന്റെയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയും പ്രദർശനത്തിൽ കാണാം. സ്വന്തം വസ്ത്രം പോലും മറ്റുള്ളവർ ഡിസൈൻ ചെയ്തു കൊടുക്കുന്ന സ്ത്രീകൾക്ക് സ്വന്തം വ്യക്തിത്വം പോലും തിരിച്ചറിയാനും സാധിക്കുന്നില്ല. മറ്റുള്ളവർ നിയന്ത്രിക്കുന്ന ഉപകരണമായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾ. അത് തിരിച്ചറിയാനും തിരുത്താനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ശ്രീജയുടെ ചിത്രപ്രദർശനം. പ്രകൃതിയും ചിത്രങ്ങളിൽ കടന്നുവരുന്നുണ്ട്. ഗ്രാമങ്ങൾ പിൻവാങ്ങുകയും നഗരങ്ങൾ വളരുകയും ചെയ്യുന്നത് ചിത്രകാരിയുടെ ക്യാൻവാസിൽ നിറഞ്ഞു നിൽക്കുന്നു. അടുത്ത കാലത്ത് മുന്നേറ്റം നടത്തിയ സ്ത്രീകളുടെ കൂട്ടായ്മയായ പെമ്പിള ഒരുമയും ചിത്രങ്ങളിൽ വ്യത്യസ്തമായി. അക്രിലിക്കിലാണ് ചിത്രങ്ങൾ തീർത്തിരിക്കുന്നത്. 38 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. 25-ന് പ്രദർശനം അവസാനിക്കും. പന്തീരാങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്രിസ്തുമസ് ത്രിദിന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം സി ഉഷ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് വെക്കേഷനിൽ സംഘടിപ്പിച്ച 3 ദിവസമായി നടന്ന SPC ക്യാമ്പ് സമാപിച്ചു. 21, 22, 23 തീയതികളിലായി നടന്ന ക്യാമ്പിൽ വിവിധ പരിശീലനങ്ങൾക്കൊപ്പം പരേഡ്, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവ സംഘടിപ്പിച്ചിരുന്നു. കേഡറ്റുകൾക്ക് ഭക്ഷണമൊരുക്കി രക്ഷകർത്താക്കളും സ്കൂൾ പ്രതിനിധികളും ക്യാമ്പിന്റെ ഭാഗമായി. സമാപന ദിവസം നടന്ന പരേഡിൽ കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ PK രാജു സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂളിലെ SPC കാഡറ്റ് ഓഫീസറായ ബാബു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. SPCയുടെ ചുമതലയുള്ള നല്ലം പോലീസ് ഉദ്യോഗസ്ഥരും സ്കൂൾ PTA പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കാലിക്കറ്റ് സർവകലാശാലയിലെ വ്യത്യസ്തമായ കാഴ്ചകൾ ക്യാൻവാസിലാക്കുകയാണ് സന്തോഷ് മിത്ര. എന്റെ പരീക്ഷണങ്ങൾ എന്നു പേരിട്ട ചിത്രങ്ങളുടെ പ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ ആരംഭമായി. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കാണാത്തതൊന്നും സന്തോഷ് മിത്രയുടെ ചിത്രങ്ങളിലില്ല. ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്ന ബോട്ടണി ലാബ്, ക്യാമ്പസിൽ ചുറ്റിത്തിരിയുന്ന ആടുകൾ, വലിയ വള്ളിത്തലപ്പുകൾ തുടങ്ങി സർവകലാ ജീവിതം സമ്മാനിച്ച ദൃശ്യങ്ങളാണ് സന്തോഷിന്റെ എന്റെ പരീക്ഷണങ്ങൾ ചിത്രപ്രദർശനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. സ്റ്റാമ്പ് മുതൽ മുദ്രപത്രങ്ങൾ വരെ സന്തോഷിന് ചിത്രത്തിന് ജീവൻ നൽകാനുള്ള ഉപകരണങ്ങളാണ്. ഭൂമിയുടെ അവകാശികൾ എന്ന സൃഷ്ടി 70 വർഷം പഴക്കമുള്ള മുദ്രപത്രങ്ങളിലാണ്. അവകാശപ്പെട്ടതെല്ലാം വിറ്റഴിക്കുന്ന മനുഷ്യന്റെ കഥ പറയാൻ മുദ്രപത്രത്തെക്കാൾ യോജിച്ച മറ്റെന്തുണ്ട് എന്ന ചിന്തയാണ് സന്തോഷ് മുദ്രപത്രങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടായ കാരണം. ആടിന്റെ സീരീസിലെ ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട്. നിരവധി സംസ്ഥാന അവാർഡുകളാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. സന്തോഷിന്റെ ശിഷ്യരായ കുട്ടികളുടെ ചിത്രപ്രദർശനവും സജ്ജമാക്കിയിട്ടുണ്ട്. 46 കുട്ടികളുടെ 84 ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഞാനിങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ കുറെ സ്റ്റഡി പോലെ ചെയ്തൊരു 10-40 വർക്കുകൾ ഉണ്ടാക്കിയിട്ട് എക്സിബിറ്റ് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് അതിന്റെ വർക്കാണ് ഈ ഇപ്പുറത്തെ സൈഡിൽ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അതിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു വർക്ക് ഓഫ് ആർട്ട് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാണിക്കുക, അത് പൊതുജനങ്ങൾക്കും സമൂഹത്തിനും കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു വർക്ക് ചെയ്തത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ ഫ്ലാപ്പ് രൂപത്തിലുള്ള സൃഷ്ടിയിൽ കശുമാവും ലാബും ഹോർത്തൂസ് മലബാറിക്കസിനു പിന്നിലുള്ള ഇട്ടി അച്യുതനും വാൻഡിയുമെല്ലാം പല വർണ്ണങ്ങളണിഞ്ഞു നിൽക്കുന്നു. തൊട്ടാവാടിയും പയറുവള്ളിയും കടിച്ചു നടന്ന ആടിന് ഇന്നത്തെ കാലത്ത് തിന്നാൻ പ്ലാസ്റ്റിക് മാത്രമേയുള്ളൂ. ആടിന്റെ പാലുപോലും പ്ലാസ്റ്റിക് മയമായ കാലം എത്തിയെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചിത്രങ്ങൾ. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി തുടങ്ങിയ എന്റെ പരീക്ഷണങ്ങൾ പ്രദർശനത്തിൽ 35 ചിത്രങ്ങളാണുള്ളത്. 25-ന് പ്രദർശനം സമാപിക്കും.
ഇരുളടഞ്ഞ കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭൻ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കന്നഡ സാഹിത്യകാരൻ ഹംബഹംബണ നാഗരാജയ്യ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. എഴുത്തുകാരൻ ടി പത്മനാഭന് 2014 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു. KP കേശവമേനോൻ ഹാളിൽ പ്രശസ്ത കന്നഡ എഴുത്തുകാരനും പണ്ഡിതനുമായ ഹംബഹംബണ നാഗരാജയ്യാണ് മലയാളത്തിലെ പരമോന്നത പുരസ്കാരം സമർപ്പിച്ചത്. 2 ലക്ഷം രൂപയും MV ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മാതൃഭൂമിയുടെ 14ാം സാഹിത്യ പുരസ്കാരമാണിത്. തലമുതിർന്നവരും ഇളതലമുറക്കാരുമായ ഒട്ടേറെ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടുന്ന പ്രൌഢമായ സദസ്സിനെ സാക്ഷി നിർത്തിയായിരുന്നു പുരസ്കാര സമർപ്പണം. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MP വീരേന്ദ്രകുമാർ അധ്യക്ഷം വഹിച്ചു. എഡിറ്റോറിയൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ PV നിതീഷ് പത്മനാഭനെ പൊന്നാടി അണിയിച്ചു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, നോവലിസ്റ്റ് ലിസി എന്നിവർ സംസാരിച്ചു. സംവിധായകൻ രഞ്ജിത്തിന്റെ സന്ദേശം ചടങ്ങിൽ വായിച്ചു. എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് മാതൃഭൂമിയുമായുള്ള ബന്ധം ആരംഭിക്കുന്നതിന് ഏറെ മുൻപ് തന്നെ വായനക്കാരൻ എന്ന നിലയ്ക്ക് മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നുവെന്ന് പുരസ്കാരം സ്വീകരിച്ച് മറുപടി പ്രസംഗത്തിൽ ടി പത്മനാഭൻ പറഞ്ഞു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ സ്വാഗതവും ഡയറക്ടർ PV ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. M ജയരാജ് പ്രശസ്തി പത്രം വായിച്ചു. കൊയിലാണ്ടിയിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവം ഇത്തവണ പരിസ്ഥിതി സൌഹൃദമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകർക്കായി പരിശീലനം നൽകി. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ T ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടിയിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവം പരിസ്ഥിതി സൌഹൃദമാക്കുന്നതിന്റെ ഭാഗമായി കലാമേള ഹരിതമേള പരിപാടി തുടങ്ങി. വിദ്യാഭ്യാസ പദ്ധതിയായ സേവ്, ഹരിതവൃന്ദം, ശ്രദ്ധ കൊയിലാണ്ടി, ശുചിത്വ മിഷൻ, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി. ഇതിന്റെ ഭാഗമായി വേദികളിലും മൈതാനത്തും ഭക്ഷണശാലകളിലും പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കും. തെങ്ങോലകൾ കൊണ്ടുള്ള സംഭരണികൾ സ്ഥാപിക്കും. പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ ശുചീകരണത്തിന് നേതൃത്വം നൽകും. പ്രധാന വേദിയോടനുബന്ധിച്ച് പരിസ്ഥിതി സൌഹൃദ പവലിയനുകൾ സ്ഥാപിക്കും. സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലനം പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ T ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ മൊത്തത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ ഒരു കലോത്സവം നടത്തുക എന്നുള്ള ഒരു തീരുമാനം വന്നു എന്നുള്ളത് കൊണ്ട് ആ തീരുമാനത്തിൽ തന്നെ ശുചീകരണത്തിൻ്റെതായിരിക്കുന്ന ഒരു തുടക്കമുണ്ട്, ഒരു യജ്ഞം അതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട്. NV ബാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. DDO EK സുരേഷ് കുമാർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ V സുന്ദരൻ, വടയക്കണ്ടി നാരായണൻ, ഷൌക്കത്ത് അലി ഏരോത്ത്, UK ചന്ദ്രൻ, CK വാസു, K രാധാകൃഷ്ണൻ, MG ബൽരാജ്, K ശാന്ത, KP രാജൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. 1ാം സമ്മാനം 25 പവൻ സ്വർണം, 2ാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, 3ാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗം പോറിയും മിഠായി തെരുവ് കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ ഭാഗമായി കൺസ്യൂമേഴ്സ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ച പ്ലംബർ TT മൂസയെ ആദരിച്ചു. നഗരഗ്രാമ വികസന കോർപ്പറേഷൻ ചെയർമാൻ K മൊയ്തീൻ കോയ പൊന്നാട അണിയിച്ചു. ഓൾ കേരള കൺസ്യൂമേഴ്സ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ദേശീയ ഉപഭോക്തൃ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. ഉപഭോക്തൃ ചൂഷണങ്ങൾക്കെതിരെ ജനകീയ കൂട്ടായ്മ എന്ന പരിപാടി സംഘടിപ്പിച്ചു. MN കാദിരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചെറിയാൻ തോട്ടുങ്ങൽ അധ്യക്ഷം വഹിച്ചു. കേരള ജല അതോറിറ്റിയുടെ ലൈസൻസുള്ള പ്ലംബർ എന്ന നിലയിൽ ദശാബ്ദങ്ങളായി മികച്ച സേവനം നടത്തുന്ന TT മൂസയെ ചടങ്ങിൽ ആദരിച്ചു. KURDFC ചെയർമാൻ K മൊയ്തീൻ കോയ പൊന്നാടി അണിയിച്ചു.
എരവട്ടൂർ ബാലകൃഷ്ണൻ, കോർപ്പറേഷൻ കൌൺസിലർ കെ നിർമ്മല, പി ശിവദാസൻ, പീഡികക്കണ്ടി മുരളീകുമാർ, ബാലൻ കാട്ടുങ്ങൽ, ടി മൂസ, എം.എ. റാവുത്തർ, കെ ജയകുമാർ എന്നിവർ സംസാരിച്ചു. ഇത്തവണത്തെ ചാലിയാർ ജലോത്സവം ഡിസംബർ 27 നടക്കും. ചെറുവാടി കടവിൽ നടക്കുന്ന ചടങ്ങിൽ ടൂറിസം മന്ത്രി AP അനിൽകുമാർ ചാലിയാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേവലം ജലോത്സവം എന്നതിനുപരി വിവിധ രണ്ട് കാലഘട്ടത്തിന്റെ പ്രാചീനവും അർവാചീനവുമായ 2 കാലഘട്ടത്തിന്റെ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ചെറുവാടി ജനകീയ കൂട്ടായ്മയും ഏബിൾ ഇന്റർനാഷണൽ ഗ്രൂപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാലിയാർ ജലോത്സവം 2015 ഡിസംബർ 27 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ചെറുവാടി കടവിൽ ടൂറിസം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ MI ഷാനവാസ് MP, C മോയിൻകുട്ടി MLA, VM വിനു, മുക്കം കാഞ്ചനമാല, നുസ്രത് ജഹാൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. 25ഓളം വള്ളങ്ങൾ മാറ്റിരിക്കുന്ന വള്ളംകളിയും 50ഓളം വാഹനങ്ങൾ മാറ്റിരിക്കുന്ന ഓഫ് റോഡ് റേസിംഗും, ബൈക്ക് സ്റ്റണ്ടിംഗ്, ഡിജിറ്റൽ തമ്പോല, കോമ്പൗണ്ട് ക്ലബ്ബ്, വിന്റേജ് കസിൻ ക്ലബ്ബ്, ബുള്ളറ്റ് ക്ലബ്ബ്, ശിങ്കാരിമേളം, കഥകളി, വിവിധ നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടിയ ഘോഷയാത്ര നടക്കും. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. അത്തോളി ശ്രീ ഗോവിന്ദനല്ലൂർ ക്ഷേത്രത്തിൽ പ്രവൃത്തി ആരംഭിക്കുന്ന നമസ്കാര മണ്ഡപത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ഡിസംബർ 27 തീയതി ഞായറാഴ്ച 10 മണിക്ക് കശ്യപാശ്രമം കുലപതി ആചാര്യ MR രാജേഷ് നിർവഹിക്കും. ചടങ്ങിൽ PV ഗംഗാധരൻ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് ശ്യാംപത്മൻ എന്നിവർ പങ്കെടുക്കും. മലബാർ കൈനിങ് ക്ലബിന്റെ അഖിലേന്ത്യാ ശാന പ്രദർശനം ജനുവരി 17 തീയതി സാമൂതിരി ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടത്തപ്പെടും. കെന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷനുള്ള നായകൾക്ക് മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുക. രജിസ്ട്രേഷൻ ഇല്ലാത്ത നല്ല ഇനം നായ്ക്കൾക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതിനും സൌജന്യ ഷോ ട്രെയിനിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനുമായി ക്ലബ്ബ് സെക്രട്ടറി അരങ്ങിൽ ഗിരീഷ് കുമാറുമായി ബന്ധപ്പെടണമെന്നും സംഘാടകർ അറിയിച്ചു. ഫോൺ 9447122783. ഓൾഡ് മെറ്റൽ ഡീലേഴ്സ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലി ആഘോഷം ഡിസംബർ 26, 27 ശനി ഞായർ തീയതികളിൽ കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ച് നടക്കും. കുടുംബസംഗമം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീറും സമാപന സമ്മേളനം മേയർ VKC മുഹമ്മദ് കോയും ഐഡന്റിറ്റി കാർഡ് വിതരണം MP MK രാഘവനും ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഹമ്മദ് നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാടെങ്ങും നബിദിനാഘോഷം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമുയർത്തിയ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനം വന്നെത്തി. ദേശീയ ഉപഭോക്തൃ ദിനത്തിനോടനുബന്ധിച്ച് കേരള കൺസ്യൂമർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാലയും മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രദർശനവും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.